Alright, yet another vlog. ഇന്നത്തെ ഡേ 2 ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങി. പക്ഷേ ഡേ 2 ഷോപ്പിംഗ് വിത്ത് അമ്മു ആൻഡ് പി എം. പി എം ഓൾറെഡി ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയി. എന്നിട്ട് നമ്മൾ എല്ലാവരും പോത്തീസിൽ പോകുന്നു. അവിടെ പി എം വരുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മോർണിംഗ് 11 ആയിട്ടുണ്ട്. 10 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങിയപ്പോൾ 11 ആയി. റൈറ്റ്, ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ വരുന്ന ഗോയിങ് ഇങ്ങനെ നമ്മൾ പോത്തീസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നെങ്കിലും നമ്മൾ സാരി വാങ്ങിച്ചേ പറ്റും. കാരണം ബ്ലൗസ് വയ്ക്കാൻ കൊടുക്കണം. 2 ദിവസം കൂടെ ഉള്ളൂ. 25ന് മുന്നേ 29നാണ് കല്യാണം. പക്ഷെ 25ന് മുന്നേ എല്ലാം സെറ്റ് ആക്കിയാലേ നമുക്ക് പരിപാടികൾ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക്. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. പോലീസൊക്കെ ഉണ്ട്. അമ്മൂൻ്റെ കളറ് കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷെ എന്താണല്ലോ, ഞാൻ എൻ്റെ കളർ തപ്പിയപ്പോഴത്തേക്കും അമ്മൂൻ്റെ കളർ കുറേ ഞാൻ കണ്ടു. ഇപ്പോൾ അമ്മൂൻ്റെ കളർ തപ്പുമ്പോഴത്തേക്കും കാണാനേ ഇല്ല. ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഇതൊന്നും ഉടുത്ത ഒതുങ്ങൂല. ഇങ്ങനത്തെ ഒന്നും വേണ്ട. കറക്റ്റ് മറ്റു തുണിയോ ഒതുങ്ങത്തുള്ളൂ. പട്ടിൻ്റെ അല്ലെങ്കിൽ കാഞ്ചീരം. കസ കൊള്ളത് നോക്കണം. കസ കൊള്ള ഒരു കളറാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തെ വേണ്ടത് ടിഷ്യൂൻ്റെ ആണെങ്കിൽ ഉടുക്കുമ്പോൾ ഇച്ചിരി മെലിഞ്ഞിരിക്കണ ടൈപ്പ് എന്തെങ്കിലും. ടിഷ്യൂ ഇഷ്ടമല്ല. ലൈക്ക് ഇങ്ങനത്തെ ടൈപ്പ് വേണ്ടോ? വേറെ മെറ്റീരിയലാണ്. ഇതല്ല. നോക്കട്ടെ അത്. എന്നിട്ട് നോക്കി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണം. ഇത് വയലറ്റ് ടൈപ്പ് ബ്ലൂ. ഇവിടെ പ്രൈം മിനിസ്റ്റർ വരുന്നത് കൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക്ഡാണ്. അതുകൊണ്ട് പി എം ഒന്നും ഇങ്ങോട്ട് വിടുന്നില്ല. നല്ല ഭംഗിയല്ലേ? Finally, Ammu bought her sari. Yes. And Amma also bought her sari. പെട്ടെന്ന് കിട്ടി ഭാഗ്യത്തിന്. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടി. നമ്മൾ വിചാരിച്ച ഷെയ്ഡല്ല. നമ്മൾ വിചാരിച്ച ഷെയ്ഡല്ല, എന്നാലും വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടി. യെസ്. ഇനി എന്താ? ഇനി കുറച്ച് അല്ലാത്ത ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ തന്നെ. അതും കൂടെ കഴിഞ്ഞിട്ട് കമ്മലുണ്ട്, നോക്കാം നമുക്ക്. കുറച്ചാണ്. നെക്സ്റ്റ് ഇയറിങ്സ്. അമ്മ വന്നു. ഓടി നടക്കുന്നു. കൊച്ചിന് കുർത്ത എടുക്കാൻ വന്നു. കുർത്തയും മുണ്ടും. ഇത് ഷർട്ടാണെന്ന്. വാജിക്ക് ഓൾറെഡി എടുത്തു ലുലുന്ന്. ഈ കൊച്ചിനുണ്ട്, ചേട്ടത്തിനുണ്ട്. വാജിക്ക് ചേട്ടനും അനിയനും കുട്ടിയെടുക്കും. സ്കേർട്ട് എടുത്തു. നമുക്ക് 2 പേർക്കും എടുത്തു. അമ്മാമ്മയ്ക്ക് എടുത്തില്ല. അല്ല, നമ്മൾ ഫിഷ് കട്ട് പോലത്തെ എടുത്ത്. സാധാരണ ഇത് കോട്ടനുണ്ട്. ഇതിന്റെ കളറിന്റെ കോട്ടൺ ഇടും. അമ്മാമ്മയ്ക്ക് എന്ത് ഫിഷ് കട്ടാണ്? ഞാൻ ഇത് ലൈനിങ് വാങ്ങിയിട്ടുണ്ട്.
ലെറ്റ്സ് ഗോ. ചേട്ടൻ കാറിൽ ഇരുന്ന് പോവാ. ഇനി ലുലു. ഇനി എങ്ങോട്ടാണ്? ഇനി ലുലു അല്ലേ, അച്ഛന് കുർത്ത എടുക്കാം. ഓക്കെ ബൈ. ലെറ്റ്സ് ഗോ. ലുലു എത്തിയിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്നു. ആദ്യം നമ്മൾ കഴിച്ചിട്ടേ ഉള്ളൂ ഇനി ഷോപ്പിംഗ്. PM ഒന്നും എത്തിയില്ല. അവർ വേറെ കാറിൽ, കൊച്ചിൻ്റെ കാറിൽ നമ്മളിങ്ങനെ എത്തി. ഓടിച്ചെന്ന് പാരഗണി പോകുന്നു, കഴിക്കുന്നു, പിന്നെ ഫുൾ ഷോപ്പിംഗ്. പിന്നെ ഇനി ആക്ച്വലി കൊച്ചിനും 2-3 മാമന്മാർക്കും ഒക്കെ ഉള്ളൂ ഷർട്ടൊക്കെ എടുക്കാം. അറിഞ്ഞില്ല അത് പറയാൻ പറ്റൂല. താഴെ പോണോ? നമ്മുടെ പാരഗണിൽ വന്നു. 110 ആണ് നമ്മുടെ നമ്പർ. അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 110 അല്ലേ? അല്ലെ 101 അല്ലല്ലോ? 110 വണ്ണോണ്ട് കാണില്ല. 3 വർഷത്തിന് ശേഷം നമ്മൾ കേരള ബിരിയാണി കഴിക്കാൻ വേണം. മട്ടൻ ബിരിയാണി വെയിറ്റിംഗ്. നമ്മൾ കഴിച്ചു. നമ്മള് മെനിങ്ങാന്നല്ല, അതിന്റെ തലേ ദിവസം എന്തോ വന്നപ്പോ കഴിച്ചു. ഇവിടെ നിന്ന് കഴിച്ചു. നമ്മൾ നോർമലി ആസാദിന്ന് കഴിക്കുക. ആസാദ് ബിരിയാണിയാണ് നമ്മുടെ ഫേവററ്റ്. അവിടെ ഒരു മട്ടൻ ഫ്രൈ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. പക്ഷേ വയറകളിൽ നിന്ന് ഇടയ്ക്ക് ഞാൻ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് ആസാദാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് നോക്കാന്ന് വിചാരിച്ചു. ചിലപ്പം അമ്മ തളർന്നു തോന്നുന്നു. തളർന്ന അമ്മ രാവിലെ ഇറങ്ങിയതാണ്. അമ്മ കല്യാണം വിളിക്കാനൊക്കെ പോയി. പിന്നെയാണ് അമ്മ ഇതിന് വന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, ഓർണമെന്റ്സ് വാങ്ങാനുണ്ട്, ഒക്കെ ചെയ്യാനുണ്ട്. ഈ ശംഭുച്ചാൻ എന്നോട് എൻ്റെ വ്ളോഗ് ഹായ് പറയും. ഹായ് പറയും. മോളിപ്പോ കൊച്ചിന്റെ സ്വന്തം സാരിയെ കിട്ടിയാ മതിയായി. കൊച്ചിന്റെ ഏത് ഷർട്ടാണ് ഞാൻ പറഞ്ഞു? അത് പറഞ്ഞല്ലേ, കണ്ടില്ലല്ലോ. അതേപോലെ ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. PM എങ്ങനെയെങ്കിലും ഓരോന്ന് കാണുമ്പോൾ വിരളിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വാ. കൊച്ചിൻ ട്രൈങ് നടക്കണ്ട, ഇതിനെ ഇങ്ങനെയാണ് കയറ്റി. ഇങ്ങനെ കൊച്ചിന് ഷോർട്ട് കുർത്തി മതി. സോ വെട്ടി തയ്ക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നു. അമ്മും PM ഒക്കെ മേക്കപ്പ് വാങ്ങാൻ പോയി. എനിക്ക് അവിടെ എന്തോ പറ്റാത്തൊരു സെക്ഷനാണ്. സോ ഞാൻ നേരെ ഇവിടെ വന്നിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഹീൽസ് നോക്കാനാണ് പോയത്. എന്നിട്ട് ഒരു കട കണ്ടപ്പോഴത്തേക്ക് അവർ കയറി. പിന്നെ നിന്ന് വയ്യ. സോ ഐ തോട്ട് ഓഫ് കമ്മിങ് ആൻഡ് സിറ്റിങ്. അവർ വന്നു. അവിടെ ഇനി ഹീൽസ് നോക്കാം. ഹീൽസ് തപ്പി നടക്കുവാണ്. പക്ഷേ ഹീൽസ് കിട്ടുന്നില്ല. കുറേ കടകളിൽ കയറി, പക്ഷെ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഹീൽസ് കിട്ടുന്നില്ല. കിട്ടിയോ? വല്ല വാങ്ങിച്ചോ? ഇല്ല, ചെരുപ്പ് അവിടെ ഇല്ലല്ലോ. വേറെ അത് ഓൾ ഡൺ. നീ തുണി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. വണ്ടി പാർക്ക് ചെയ്ത് എവിടെ നിന്ന് ആർക്കും അറിയില്ല. യെസ്, നമ്മൾ ലുലു കഴിഞ്ഞു. ഇനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. അമ്മുവിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണം. PM ഓൾറെഡി ഞാൻ കൊടുത്തു ഞാൻ വന്ന സമയത്ത്. പക്ഷെ ഇനി ചെന്ന് മെഷർമെൻ്റ് ഒക്കെ എടുക്കണം PM. അതാണ്. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. നമ്മളെന്തെങ്കിലും കുടിച്ചിട്ട് എല്ലാവരും ടയേർഡായിപ്പോയി. കുടിച്ചിട്ട് നേരെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ പോകണം. യെസ്. എന്തിനു പറയാനുണ്ടോ? ഹൗ ഇസ് കേരള ആഫ്റ്റർ 3 years? Kerala is very good. Yeah. Very, very good. How do you like the climate here? I kind of hate it. It's okay. പക്ഷേ ഹാപ്പനിങ് പ്ലേസ് ഇവിടെയാണ് ഗൈസ്. ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, കാറില്ല. ലൈക് എല്ലാവരും
ഉണ്ട് നമുക്ക് ചുറ്റിനും ഒരു ഫണ്ണാണ് അല്ലേ എപ്പോഴും ഒരു ഹോം ഇവിടെയാണല്ലോ. ഇനി എത്രയൊക്കെ ആണെങ്കിലും ശരി അല്ലേ? അതുകൊണ്ട് നമ്മൾ വി ആർ എൻജോയിങ്. ഇതിപ്പോൾ അമ്മുൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ. പിന്നെന്തുകൊണ്ട് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വന്നിരുന്നു. ഇവിടുത്തെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ മിസ് ചെയ്യുന്നത്, ആംബുലൻസ്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ മിസ് ചെയ്യുന്നത്, എൻ്റെ കാറ്. ആ കാർ ഉണ്ടായിരുന്നെങ്കിലും ആ കാർ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, റോഡും അങ്ങനെ ആയിരിക്കണം, ട്രാഫിക്കും അങ്ങനെ ആയിരിക്കണം. എന്നിരുന്നെങ്കിൽ എനിക്കിവിടെ ഓട്ടിച്ച് തകർക്കായിരുന്നു. ആ ഒരു സംഭവം മാത്രമാണ് മിസ് ചെയ്യുന്നത്. പിന്നെ കുഴപ്പമില്ല, എവിടെ ഇറങ്ങി നിന്നാലും ഓട്ടോ കിട്ടും, ഊബർ കിട്ടും, എല്ലാം കിട്ടുന്നത് കൊണ്ടും പ്രശ്നമില്ല. എല്ലാം കൊണ്ടും കൊള്ളാം. നമ്മൾ എൻജോയ് ചെയ്യുവാണ്, പ്ലസ് ടയേർഡുമാണ്. അടുപ്പിച്ച് ഇപ്പോൾ ഷോപ്പിംഗ് തന്നെ. അതുകൊണ്ട് അങ്ങ് ടയേർഡായിപ്പോയി. ഇവർ വന്നത് തൊട്ടേ ഇറങ്ങിയിട്ട് നോ റെസ്റ്റ്. PMI ഇന്നലെ അതാ പറഞ്ഞത്, 20th രാവിലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെയായിട്ട് ഒരു റെസ്റ്റ് കിട്ടി. എപ്പോഴും ഫ്ലൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞാൽ യാത്ര. എനിക്കിപ്പോ കുറച്ചു നേരം ഒന്ന് വീട്ടിൽ വെറുതെ ഇരിക്കാൻ കൊതിയായിട്ട് വയ്യ. അവിടെ വെച്ച് ഇരുന്നപ്പോഴാണെങ്കിലും അയ്യോ അവിടെ ചെന്നെങ്കിൽ ഷോപ്പിംഗ് അതിനൊക്കെ പോകണം. ഇപ്പൊ പറയണ വീട്ടിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കണം. മെയിൻ ജോലി എല്ലാം വാങ്ങിച്ചു. ഇനി ഒന്നും അങ്ങനെ വാങ്ങിക്കാനായിട്ട് ഹീൽസ് കിട്ടിയില്ല. ജ്വല്ലറി കല്യാണത്തിന് ജ്വല്ലറി ഉണ്ട്. അതുകൂടെ നമ്മൾ നാളെ പോയി ഓബയോസിന്നായിരിക്കും. ഞാൻ ഓബയോസിന്നാണ് എടുത്തത്. എനിക്കിഷ്ടപ്പെട്ടു. റീസണബിൾ പ്രൈസിന് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇവർക്കും കൂടെ നാളെ പോയി അവിടെ നിന്ന് എടുക്കാനാണ് പ്ലാൻ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. കാണിച്ചു തരാം. കാര്യമുണ്ട്, ലൈനിങ് ഉണ്ട്. ഇത് ചോദിച്ചു നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തയ്ക്കാം. ഇനി കിടന്ന് ഓണണ്ടല്ലോ. ഇല്ലെങ്കിൽ പട്ടത്ത് അത് തയ്ക്കോ? അല്ലെങ്കിൽ ബ്ലൂ ബെല്ലുണ്ട്. അത് മറ്റേ ഇതിന്റെ അല്ല സമയം നമ്മൾ ചോദിക്കണം. ഇതിന്റെ പേരൂർക്കട ഇറക്കത്തില് ഒരു കടയുണ്ട്. പണ്ട് ഞാൻ ഓരോ സ്ഥലത്ത് കൊടുക്കാം. എവിടെ ഇവിടെയാണ് ക്വസ്റ്റ്യൻ പഠിച്ച സ്കൂള്. ഇതാ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ബ്ലൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും വിഭവ സമൃദ്ധമായ ഊണ് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വന്നതാണ്, പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കഴിച്ചോണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ കല്യാണ വീടായില്ലേ? ഇത് കാണുമ്പോഴാണ് കല്യാണ വീട്. ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊരു കോഫി ഇട്ടോക്കാം. ഇതെന്തോ പാൽപ്പൊടി ആയിരിക്കും. ഇതിലെന്തായിരിക്കും? ചെറിയ പാൽപ്പൊടി ആയിരിക്കും. സെറ്റ് ചെയ്താന്ന് അറിഞ്ഞൂടല്ലോ. ഞാൻ വ്ലോഗ് എടുത്തപ്പോ മറന്നുപോയി. ഹായ് വരത്താ. നമ്മൾ രണ്ടുപേരും ഡാൻസ് കഴിഞ്ഞു. അപ്പം മാമന്മാരെല്ലാവരും വന്നു. അപ്പം മയൂകയും മരുതയും കൂടെ വേറൊരു ഡാൻസ് പഠിക്കുകയാണ്. എനിക്കിതിന് പിന്നെ പഠിക്കണം. ഇവിടെ മാമന്മാരെല്ലാവരും പ്രൈവറ്റ് സെഷൻ നടക്കുകയാണ്. ഇവിടെ എല്ലാവരും വന്നു. പ്രകാശ് മാമ, ഡാൻസ് എങ്ങനെയാണ്? ആർ യു എക്സൈറ്റഡ് ആണോ? എന്താണ് പറയൂ. നല്ല അനുഭവമാണ്. വളരെ വർഷങ്ങളായി ഞാൻ ഡാൻസ് ഒക്കെ നിർത്തിയിട്ട്. ഡെയിലി കളിച്ചിട്ടുണ്ട് പണ്ട്. കൊച്ചിയിലൊക്കെ ഡെയിലി എപ്പോഴും കളിക്കുമായിരുന്നു. അത് ഇങ്ങനെ വളരെ നല്ലൊരു അനുഭവമായി വർഷങ്ങൾക്ക് ശേഷം. പിന്നെ മനസ്സുകൊണ്ട് നല്ല ചടുലമായ നീക്കങ്ങൾ
നടത്താമെന്ന് വിചാരിച്ചു, പക്ഷെ നീങ്ങുന്നില്ല കൈ കാലം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ വീട്ടില്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇല്ല. ഓക്കെ. ഓ രാജുവാൻ വാമപ്പൊക്കെ ചെയ്യുന്നു. ഓക്കെ അല്ലേ? റെഡി? ഇവരുടെ ഡാൻസ് കഴിഞ്ഞു. നമ്മുടെ ഡാൻസ് കളിക്കാൻ പോണം. മണി 11:15. സെൽഫി പിള്ളേ. നമ്മൾ ഇങ്ങനെ ഇന്ന് കളിച്ചപ്പോഴത്തേക്കുമാണ്, ഇങ്ങനെ കണ്ണാടി നോക്കി കളിച്ചപ്പോഴാണ് നൊസ്റ്റാൾജിയ ശരിക്കും അടിച്ചതെന്ന്. അയ്യോ, ഈ റൂമിൽ നമ്മൾ കുറേ കളിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ എത്ര 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ റൂമിൽ കളിക്കുകയാണ്. ഞാൻ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലങ്ങനെ വരാറില്ല. സോ യാ, ബാക്ക് ടു മൈ ഹോം ആൻഡ് മരുതയും വന്നു. മയൂക്കൊരു കസാരയിട്ട് നമ്മൾ ഇരുത്തി. അയ്യോ, എനിക്കും വേണം പ്ലീസ്. നല്ല എരിവുള്ള ചിക്കൻ്റെ കൂടെ ചൂട് കാപ്പി അടിപൊളിയാണ്. രാത്രി ഉറങ്ങാതെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം. Yeah, we have to. We need caffeine. It's over there in park. ഞാൻ
കുറച്ച് എവിടെ നിന്ന് 270 കമ്മലിനൊക്കെ വില കൂടിയെന്ന് പറഞ്ഞപ്പോ ഇപ്പുറത്ത് ഒരാൾ സ്ത്രീ നിന്നിട്ട് എന്നെ നോക്കി അവരും അതെ അതാ കാര്യം ആലോചിക്കുകയായിരുന്നു. 270 ഭയങ്കര ഇതായിരുന്നു. 270 കമ്മലൊക്കെയാ. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ $15 വാങ്ങിയത്, ഇവിടെ $3 വാങ്ങിക്കാൻ വയ്യ. അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഇത്ര ഇത് അപ്പം ധന പറഞ്ഞു ഇത് $3 അല്ലേ ഉള്ളൂ. ഓ അവിടെ ഞാൻ $12 വരെയൊക്കെ എല്ലാം വാങ്ങിക്കും, പക്ഷെ ഇവിടെ $3 എനിക്ക് ചിലവാക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഞാൻ ഞെട്ടല്ലേ കേട്ടോ. എന്തോന്നാണ് അവിടെ വീട് കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെ നടക്കാൻ പോവാൻ വെറുതെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. രാത്രി 12:30 വെറുതെ വീട്ടിൽ കയറ്റോ അറിയില്ല, നമുക്ക് ഓക്കെ. മണി 1:40 ആയി. നമ്മൾ ഞാനും PMAയും അമ്മയും കൂടെ ഇരുന്ന് രംഗിനും സംഗീതനൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പ്രോഗ്രാം പ്ലാനിങ് നടക്കുകയാണ്. പരിപാടി ഏതൊക്കെ ഓർഡറിൽ വരുത്തണം. അതെ, ഇനി എത്ര ദിവസം? ഇനി 3 ദിവസം പറയാൻ പറ്റില്ല. ഇനി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ തീർന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ ആയി, സംഗീതമായി. എനിക്ക് ആക്ച്വലി സംഗീതമാണ് കല്യാണത്തിനെക്കാട്ടിലും എക്സൈറ്റഡ് കേട്ടോ. വേറെ സംഗീതം കുറേ അതിലുണ്ട്. അപ്പോൾ സംഗീതം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ വിചാരിക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞെന്ന് വിചാരിക്കും. സോ എനിവേസ് അമ്മ കണ്ടുണ്ട്, ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എനിക്ക് 2-3 പാട്ടൊക്കെ ഒന്ന് ഫ്യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ ഡാൻസിൻ്റെ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. നാളെ വീണ്ടും എണീറ്റ് ഇങ്ങനെ സമയം പെട്ടെന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് നടക്കും. നാളെ പോയി ഫേഷ്യലൊക്കെ ചെയ്യണം. യെസ്, ഓക്കെ.